ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ വീക്കിലി എപ്പിസോഡും കഴിഞ്ഞു. ഫസ്റ്റത്തെ എപ്പിസോഡാണ് കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അനലൈസിങ് നടത്തിയാലോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കട്ട വെയിറ്റിങ്ങിനകത്ത് കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു വീക്കിലി എപ്പിസോഡ്. കാരണം അത്ര രീതിയിലുള്ള ഒരു പ്രമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്ര നാളത്തെ ഇതിന്റെ പണി നമുക്ക് ഈ ഒരു വീക്കിലി എപ്പിസോഡിലും കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് ഇന്ന് വരെ കണ്ടുവന്നിട്ടുള്ള സെയിം വീക്കിലി എപ്പിസോഡിന്റെ പാറ്റേൺ തന്നെയായിരുന്നു ഈ ആഴ്ചത്തെ ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് വീക്കിലി എപ്പിസോഡും എനിക്ക് ഫീൽ ചെയ്തത്. എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു സാറ്റിസ്ഫൈഡിങ് ആണോ എന്ന് വെച്ചാൽ ഒരു ഓക്കെ, ജസ്റ്റ് ഓക്കെ, ആ ഒരു രീതിയിൽ മാത്രമേ എനിക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. കുറച്ചധികം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിസൈൽ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ്, നമുക്കറിയാം മോഡലിംഗ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ളൊരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ. അവർക്ക് അത്രയും ഒരു വെൽ ഡ്രസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരു ആളാണ് ജിസൈൽ. അപ്പോൾ നമുക്കറിയാം പണിപ്പുര ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരുപാട് സാധനങ്ങൾ പിടിച്ചു വെച്ചേക്കണം. ഇവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുള്ളൂ, ഫുഡുള്ളൂ, അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ 20 കണ്ടസ്റ്റൻസും തുല്യരാണ്, അല്ലേ? ഈ 20 കണ്ടസ്റ്റൻസിനും ഒരേ റൈറ്റ്സ് ആണ്. ഇവിടെ ജിസൈലിന് ആവശ്യമായിട്ടുള്ള കുറച്ചധികം സാധനങ്ങൾ മാറ്റി വെച്ചു, അല്ലെങ്കിൽ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ലാലേട്ടൻ കൈയോടെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ജിസയില് എന്താ പറയാ, 1 by 1 ആയിട്ട് ഓരോന്ന് ഒളിപ്പിച്ചു വെച്ചാൽ കേട്ടോ, അത് വീട്ടുകാർ തന്നെ ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജിസൈലിന് അതിനൊരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ജിസൈലിന്റെ ഒരു പെട്ടി തിരിച്ച് നാട്ടിലേക്ക് കൊടുത്തു വിടാണ്. അതെന്തായാലും ഒരു ഏജിന്റെ പണിയാണ്. അത് ജസ്റ്റ് ഈ ഒരു എപ്പിസോഡിന് വേണ്ടി ഉണ്ടാക്കിയാണെങ്കിൽ അത് നോട്ട് ഗുഡ് എന്ന് പറയാൻ പറ്റും. പക്ഷെ പണിഷ്മെന്റ് ആയിട്ട് അതൊരു എന്താ പറയുക, ഈ ഒരു കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ ദ ബെസ്റ്റ് പണി എന്ന് തന്നെ ജിസൈലിന് കൊടുത്തതായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെ അടുത്തൊരു കാര്യം ഉണ്ടായെന്ന് വെച്ചാല് പേരിടൽ ചടങ്ങായിരുന്നു. പേരിടൽ ചടങ്ങിനകത്ത് നമുക്ക് എല്ലാവരും കാത്തിരുന്നത് നമ്മുടെ അക്ബറിനെയും അതുപോലെ തന്നെ ആദില എന്ന് പറയുന്നതും പൊക്കൊന്നായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഓമന പേരിടൽ ടാസ്ക് ആയിരുന്നു. അതിന് സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വിളി എന്നെ സംബന്ധിച്ചും കണ്ട ആ ഒരു 99 ഓഡിയൻസിനെ സംബന്ധിച്ചും എന്താ പറയാ, അത്രയും ഒരു ഇറിറ്റേറ്റിംഗ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ പേരിടൽ ചടങ്ങിനകത്ത് ആ ഒരു പേര്. രേണുവിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞത് എന്താ പറയാ, നാണം കെട്ടുപോയി അല്ലെങ്കിൽ തൊലി ഒലിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞത് സത്യമാണ്. കാരണം 19 പേര് നിരന്നിരിക്കേ അതിനകത്ത് ഒരാള് നമ്മളോട് ഈ ഒരു പേര് വിളിച്ച് എന്തായാലും നല്ലൊരു എന്താ പറയാ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും ലാലേട്ടൻ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അക്ബറിന് കൊടുത്തിട്ടുള്ള പണി എന്ന് വെച്ചാൽ ഈ ഒരാഴ്ച, ഇനി വരുന്ന ഒരാഴ്ചക്കുള്ളിൽ രേണുവിനെ കൊണ്ട് ബെസ്റ്റ് ആണെന്ന് പറയിക്കണം, നല്ല പേര് പറയിക്കണം. അതെന്തായാലും അക്ബർ ചെയ്യുമെന്നാണ് കരുതുന്നത്. കാരണം അക്ബറിനെ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു ചെറിയൊരു മനസ്താപമുണ്ട്. അക്ബറിന് അറിയാം മനസ്താപം എന്ന് വെച്ചാൽ അയ്യോ രേണു ചേച്ചിക്ക് വിഷമായി എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പുറത്ത് വളരെ നെഗറ്റീവായിട്ട് അക്ബറിന്റെ ഒരു ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസിന്റെ യാത്രയെ ബാധിക്കും എന്നുള്ളൊരു ബോധം അക്ബറിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് അക്ബർ രേണുവിനോട് പോയിട്ട് സോറി പറയുന്നതിനേക്കാൾ മുൻപ് ക്യാമറയ്ക്ക് മുൻപിൽ വന്നിട്ട് സോറി പറഞ്ഞത്. അപ്പൊ എന്തായാലും അക്ബറിന്റെ വിഷയം അതുപോലെയാണ് ആദില നൂറ. അനീഷ് അത്രയും ചൊറിയനും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ ഇട്ട പേര് അതെന്തായാലും എനിക്ക് പറയാൻ തന്നെ നാണക്കേടായിട്ട് തോന്നുന്നുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു പേരൊക്കെ ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും ക്യാമറ കാണുന്നുണ്ട്. ലാലേട്ടൻ തന്നെ ഈ എപ്പിസോഡിൽ പറഞ്ഞത് 400ഓളം ആൾക്കാർ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ 20 കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ 18 കണ്ടസ്റ്റൻസ് അതിലൂറൊക്കെ ഒപ്പം ഉണ്ട്. ഇത് കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ പുറത്തുണ്ട്. എന്നിട്ടും അവരെന്തുകൊണ്ട് ആ പേര് വിളിച്ചു എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഷെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതവർ ലാലന്റെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ആദില എന്ന് പറയും ഇപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ ചെയ്തത് തെറ്റാണെന്ന് അങ്ങ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ലാലേട്ടൻ ഒരുപാട് വലിച്ചു നീട്ടിയത് കൊണ്ടുപോയിട്ടുമില്ല കേട്ടോ. അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായപ്പോൾ അതങ്ങ് വിട്ടു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പണിപ്പുര ടാസ്കിനകത്ത് ഈ ടാസ്ക് കളിക്കുമ്പോൾ പല ആൾക്കാരും എന്താണ്, കുറച്ച് ആൾക്കാർ കളിക്കട്ടെ, നമുക്ക് ഈ സൈഡിൽ തട്ടിമുട്ടി നിന്ന് പോകാമെന്ന് വിചാരിക്കുന്ന കുറച്ച് പേര് ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സീസണിനകത്ത് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എനിക്ക് തന്നെ ആദ്യം തോന്നി ഷൈഷയുണ്ട്, ആർജെ ബിൻസിനെ എഴുന്നേപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുൻഷീനെ, സരികനെ, ഷാരികനെ ഒക്കെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു.
അവര് പൊതുവെ ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോ നിങ്ങൾ കളിച്ച് ഞങ്ങൾ സൈഡായിട്ട് അവിടെ നിൽക്കാം, ഒരു സംസാരം ഉണ്ടാവും ഇടയിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. സംസാരത്തിനകത്ത് ഇടയിൽ കയറിയിട്ട് അവിടെ ഒരു സ്പേസ് എടുക്കാൻ നോക്കുന്നവരായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഫിസിക്കൽ ഗെയിം ഇതിന്റെ ഒരു ഭാഗമാണ് അല്ലേ. ഇതിനകത്ത് ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഫിസിക്കൽ ഗെയിം ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. നമ്മൾ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഈ ഗെയിം കളിക്കണം. അപ്പൊ എന്തായാലും അവരെ എഴുന്നേപ്പിച്ച് നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ അക്ബറും അതുപോലെ തന്നെ നമ്മുടെ അപ്പാനി ശരത്തും തമ്മിലുള്ള ഒരു അയൽക്കൂട്ടം ഉണ്ടല്ലോ. കമന്റ് ബോക്സിലൊക്കെ അവർ അയൽക്കൂട്ടം ഒരു പരദൂഷണം എന്നൊക്കെ ലെവലിൽ വന്നിട്ടുണ്ട്. ആ ഒരു ടാഗ് ഉപയോഗിച്ചിട്ട് തന്നെ അവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അനുവിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ശരിക്കും അക്ബറും അതുപോലെ തന്നെ അപ്പാനിയും ഒരു ഗ്യാങ് ഫോം ചെയ്യുന്നുണ്ടെന്ന് അനുവിന് ഫസ്റ്റത്തെ എപ്പിസോഡ് തുടങ്ങി തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇവര് ഗ്യാങ് ആയിട്ടാണ് കളിക്കുന്നത്, ഇവര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അനുവിന് മനസ്സിലായിട്ടുണ്ട്. അത് എല്ലാവരിലോട്ടും കൂടി എത്തിച്ചു കൊടുക്കാനായിട്ട് ലാലേട്ടന് പറ്റിയിട്ടുണ്ട്. ഇത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിലോട്ട് ആയിട്ടുണ്ടെന്നുള്ള കാര്യം അക്ബറിനും അതുപോലെ തന്നെ അപ്പാനിക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഭിഷേകിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അഭിഷേകിനെ കുറിച്ച് പറഞ്ഞ വേറെ ഒന്നല്ല, ഒരു ദേഷ്യം കൂടലുണ്ടല്ലോ. ദേഷ്യം ഇപ്പോ എന്താ പറയാ, പുള്ളി കുറച്ച് വരുന്നുണ്ട്. പോകപ്പോയ കുറച്ചും കൂടി നല്ല രീതിയിലോട്ട് ഗെയിമിലോട്ട് ഇറങ്ങുമെന്ന് വിചാരിക്കും. പക്ഷെ ആ ഒരു ദേഷ്യം കുറഞ്ഞതിലൂടെ അഭിലാഷ് ഗെയിമിൽ നിന്ന് കുറച്ചൊന്നും ഔട്ട് ഓഫ് ഫോക്കസ് പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ദേഷ്യമാണ് ഗെയിമിന്റെ എല്ലാം എന്നുള്ള രീതിയിലാണ് കുറെ ആൾക്കാരെ അത് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അതെന്തായാലും തെറ്റാണെന്നുള്ള കാര്യം അവർക്ക് വഴിയെ മനസ്സിലാവുമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നടന്നത്. പിന്നെ നവീന്റെ ആ ഒരു ക്യൂട്ട്നെസ് നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിലോട്ട് അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നവീന് ഫസ്റ്റത്തെ എപ്പിസോഡിലൊക്കെ ഒരു വോട്ടിന്റെ സെക്ഷനിലൊക്കെ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പേര് നോട്ട് ചെയ്യാനായിട്ട് യാതൊരു ചാൻസ് ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നവീൻ. പക്ഷേ നവീൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് 1 by 1 ഓരോ ദിവസവും നവീന്റെ ഗ്രാഫ് പതിയെ ഉയർത്തുന്നുണ്ട്. നവീനെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നവീൻ ചെയ്യുന്നുണ്ട്, എന്റർടൈനിങ് ആയിരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളോട് പെട്ടെന്ന് തന്നെ അത് എത്തുന്നുണ്ട്. നമ്മൾ കൊള്ളാലോ രസമുണ്ടല്ലോ എന്നുള്ള രീതിയിലോട്ട് നവീന്റെ പെർഫോമൻസ് വാച്ച് ചെയ്യുന്നുണ്ട്. അത് നവീൻ നമുക്ക് ഇട്ട് തരുന്നൊരു കാര്യമാണ്. കാരണം നവീൻ ചെയ്ത ആ ഒരു എന്താ പറയാ കള്ളത്തരങ്ങളൊക്കെ പ്രേക്ഷകർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കണ്ടത്. ഇതും അത് പറയുമ്പോൾ തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ്. ഈ നമ്മൾ ഫസ്റ്റ് ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ ഒരു എൻട്രി ചെയ്യുമ്പോൾ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗെയിമിന്റെ ഫലമായിട്ട് 3 പേർക്ക് ബാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബാൻഡിന് ഇപ്പോഴും ഒരു പ്രസക്തി ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അത് കാത്തു സൂക്ഷിക്കുന്നത് ആര്യൻ മാത്രമാണ്. ആര്യന്റെ കയ്യിൽ നിന്ന് ആർക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതെന്തായാലും ഇപ്പോഴും ആര്യന്റെ കയ്യിൽ നിന്ന് അത് സേഫാണ്. ഇനി മുൻപോട്ടുള്ള യാത്രയിനകത്ത് ആ ബാൻഡിനകത്ത് ഒരുപാട് യൂസ് ഉണ്ടെന്നാണ് ലാലേട്ടൻ പറയുന്നത്. പക്ഷെ ഈ വന്ന വീക്ക് ആ ഒരു ബാൻഡ് ഒരു സ്റ്റക്കാക്കി വെച്ചേക്കാണ്, ആ ഒരു പെർഫോമൻസ് സ്റ്റക്കാണ്. ഇത്രയും കാര്യങ്ങൾ എപ്പിസോഡിനകത്ത് നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ലാലേട്ടൻ പറയുന്നുണ്ട്. എല്ലാവരോടും കുറച്ചും കൂടി മിങ്കിളാവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എന്താ പറയാ, ഒരു കോമഡി ട്രാക്ക് ഉണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡിനകത്ത്. എനിക്കൊരു കോമഡി ഫീലിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ഷൗട്ടിങ്ങും കാര്യങ്ങളോ, ഷൗട്ടല്ല, ചില ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ എടുത്ത് കാണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അനുവിനെ കുറിച്ച് അപ്പാനി ശരത്തും അതുപോലെ തന്നെ ഈ അക്ബറൊക്കെ സംസാരിക്കുന്ന പല കാര്യങ്ങളും പുറത്തു പോകുന്നത് വളരെ നെഗറ്റീവായിട്ടാണ്. അത് ഒന്ന് എടുത്ത് കാണിക്കണമായിരുന്നു. അത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് പുറത്തോട്ട് എത്തിച്ചത്. അത് പക്ഷെ ചോദ്യം ചെയ്തില്ല. അതെനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, പുതിയൊരാളെ കൂടി ഒരു സ്പൈ എന്നുള്ള രീതിയിനകത്ത് ഒരു റോബോട്ട് ഡോഗിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പേരിടാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പേരിടൽ ചടങ്ങ് ഏകദേശം 11-ാം തീയതി വരെ ഉണ്ട്. നമുക്ക് ഏഷ്യാനെറ്റിന്റെ പല പ്ലാറ്റ്ഫോം വഴിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ നിർദ്ദേശിക്കുന്നതിനകത്ത് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേര് അവർ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞേക്കണം. ഇതെല്ലാം അവിടെ നടക്കുമ്പോൾ തന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് 7ന്റെ പണിയിനകത്ത് പല പ്രമോനകത്തും പല രീതിയിലുള്ള ആൾക്കാർ, ലാലേട്ടൻ ട്രോൾ ചെയ്തിട്ടുണ്ട്. മേക്കേഴ്സിന്, കണ്ടസ്റ്റൻസിന്, നമ്മൾക്ക്, അതായത് ഓഡിയൻസ് ആയിട്ടുള്ള നമ്മൾക്കൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഒരു ടീമിനെ അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ ടീമിനുള്ള കാര്യം കൂടി ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ആ റിവ്യൂവേഴ്സ് ആണ്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ബിഗ് ബോസ് നമ്മൾ കാണാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ട്. ആ ശനിയാഴ്ച ആരല്ലേ, ശനി ഞായറിനകത്ത് എപ്പിസോഡിനകത്ത് ആര് ഔട്ടാകും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അത് കാണാനായിട്ട്. അവർക്ക് എന്തോട്ടാ കിട്ടിയിട്ടുണ്ടാവുക,
ആരായിരിക്കും ഔട്ടാവുക, നമ്മൾ പ്രതീക്ഷിച്ച ആളായിരിക്കോ, ഒരു സസ്പെൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. പക്ഷേ കുറച്ച് നാളായിട്ട് ഒരു മൂന്നാല് സീസണായിട്ട് ഈ ഒരു സംഭവത്തില്ല, ആ സസ്പെൻസ് കീപ്പ് ചെയ്യാൻ റിവ്യൂവേഴ്സ് സമ്മതിക്കുന്നില്ല. ഇവർക്ക് എങ്ങനെയൊക്കെയോ ഔട്ടാവുന്ന ആൾക്കാർ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ അറിഞ്ഞിട്ട് ഇത് സ്പോട്ടിനകത്ത് ഇവര് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുവഴി ആ ഒരു കാത്തിരിപ്പിന്റെ സുഖം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അത് ചെയ്യരുതെന്ന് ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലാണെന്ന് തോന്നുന്നു നാദിറ അതിന് മുന്നത്തെ സീസണിലാണ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതിനുശേഷമുള്ള സീസൺ 6 പല കാര്യങ്ങളും നാദിറ ഒരുപാട് നേരം മുന്നേ തന്നെ എന്താ പറയാ നമ്മളിലോട്ട് എത്തിക്കുന്നുണ്ടായിരുന്നു. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് അന്നും ഫീൽ ചെയ്തിട്ടില്ല, എനിക്കത് ഇന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മളെല്ലാരും കാത്തിരിക്കുന്നത് ആ ഒരു സസ്പെൻസിന് വേണ്ടിയിട്ടാണ്. ആ ഒരു രസം ഉണ്ട്, അതിനൊരു കിക്ക് ഉണ്ടാവണം. അത് നശിപ്പിക്കുന്ന റിവ്യൂവേഴ്സിനെയും ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അത് രേണുവിനിട്ടൊരു കൊട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ലാലേട്ടന്റെ എപ്പിസോഡ് നടക്കാതെ തന്നെ ലാലേട്ടൻ ഒരു 3-4 ആൾക്കാരെ വീടിനുള്ളിലോട്ട് വിട്ട് ഒരു പരിശോധന ഫുള്ളായിട്ടൊന്ന് പരിശോധിപ്പിച്ചിട്ട് പരിശോധനയിനകത്ത് എന്ത് ചെയ്തു, ഈ രേണുവുമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പുറത്ത് പോകുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ആരെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടോന്ന് എന്റെ രേണുവിനെ വിളിക്കുന്നു, രേണുവിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. രേണു നമ്മളെല്ലാരും കണ്ടതാണ് വോട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ, അതവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ആ പ്ലേ ചെയ്യുന്നതിലൂടെ തന്നെ എന്താ പറയാ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വിളി ഏറ്റുവാങ്ങിയപ്പോൾ ഉണ്ടായ സെയിം അവസ്ഥ തന്നെ ആയിരിക്കണം രേണുവിന് മിക്കവാറും ആ ഒരു വീഡിയോ കാണിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം. കാരണം അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഇവിടെ ആദ്യമായിട്ടാണ് കണ്ടത്. അതെന്തായാലും ചെയ്യരുത് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ താക്കീത് നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് മെയിൻ ആയിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് അതിന് ശേഷം നടന്നൊരു കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് വേറൊന്നല്ല, രേണു നമ്മുടെ ഇത് ചെയ്തത് രേണുവിന്റെ ഒരു കസിനാണ്. കസിന്റെ അടുത്ത് ക്യാമറയിൽ നോക്കി പറഞ്ഞ, കസിനെ ഇങ്ങനത്തെ പണി നീ ആർക്കും കൊടുക്കല്ലേടാന്നൊക്കെ രീതിയിൽ ഒരു എക്സ്പ്രഷൻ, ആ ഒരു ടോണൊക്കെ ആ രീതിയിൽ എനിക്കാണ് ഈ പണിയാണ്, ഇനി പണിയല്ലേ എന്നുള്ള രീതിയിനകത്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അതിനും അതിൽ കൂടെ പോയിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ട്. അത് നല്ല രസമായിരുന്നുണ്ടോ കാണാനായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ നമ്മളെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഗെയിമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ഈ വീക്കിനകത്ത് ഒരുപാട് പേര് നല്ല രീതിയിൽ ഗെയിം കളിച്ചു. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് ഈ ബിഗ് ബോസ് സീസൺ 7 എൻ്റർ ആയത് അനീഷാണ്, കോമണർ ആയിട്ടുള്ള അനീഷ്. ബിഗ് ബോസ് സീസൺ 7 വീട്ടിലോട്ട് കാലെടുത്ത് കുത്തിയ ആ നിമിഷം മുതൽ അനീഷ് ഗെയിം തുടങ്ങിയതാണ്. അനീഷിന് ഈ വന്ന എല്ലാ കണ്ടസ്റ്റൻസിനെ കുറിച്ച് നല്ല ധാരണ ഉള്ള ആളാണ്, അവരെ പഠിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ അനീഷ് ഒരാളെ പോലും അറിയില്ല എന്നുള്ള രീതിയിലാണ് നിന്നിട്ടുള്ളത്. അരുമോളൊക്കെ വരുമ്പോ അനീഷ് ആരാ എന്താന്നൊക്കെ ചോദിക്കും. അനു എന്നെ അറിയില്ലേ ചേട്ടാ എന്നുള്ള രീതിയിലാണ് അനുവിന്റെ പണി. ഞാൻ ഫേമസ് ആയിട്ടാന്നൊക്കെ ഉള്ള രീതിയിലാണ് അനുവിന്റെ ഫേസ് പോയിട്ടുണ്ടായത്. അപ്പോ അന്നേരം തുടങ്ങി ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളാണ് അനീഷ്. ഈ ഒരു വീക്കിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയതും ഏറ്റവും കൂടുതൽ സംസാര വിഷയമായതും ഏറ്റവും കൂടുതൽ എന്താ പറയാ ക്യാമറ അറ്റൻഷൻ കിട്ടിയതൊക്കെ അനീഷിനായിരുന്നു. അനീഷ് ഒരു ഗുഡ് പ്ലെയർ. അക്ബർ നല്ലൊരു ബി മെറ്റീരിയൽ ആവാനുള്ള എല്ലാ കരുത്തുമുള്ള ഒരാളാണ്, നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരാളാണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. എന്താ പറയാ ഒരു മനുഷ്യത്വം ഇല്ലാണ്ട് മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ അക്ബറിന് ഒരു പ്രശ്നമുണ്ട്. ഇത് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുള്ളവർ തീരുമാനിച്ചിട്ട് വിൻ ചെയ്യുന്ന ഒരു പരിപാടിയല്ല, ഇത് ജനങ്ങളുടെ കയ്യിലാണ് ഒട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ഉള്ളിലോട്ട് എത്താനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അക്ബറിന്റെ ഭാഗത്തുനിന്ന് വരണം. എങ്കിൽ മാത്രമാണ് അക്ബറിന്റെ യാത്ര കുറച്ച് ഈസി ആകാൻ പറ്റുള്ളൂ. അക്ബർ നല്ലൊരു മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ഇനി അടുത്തൊരാളെ പറയാനായിട്ടുള്ളതെങ്കിൽ നമ്മുടെ അഭിലാഷ് നന്നായിട്ട് ആദ്യത്തെ 2 ദിവസമൊക്കെ പെർഫോമൻസ് ചെയ്തെങ്കിൽ പിന്നെ അഭിലാഷ് ഒന്ന് ക്വയറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ദേഷ്യമുള്ള ഒരാളൊന്ന് ക്വയറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ക്വയറ്റ്നെസ് ആയതോടുകൂടി പുള്ളി പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എല്ലായിടത്തും പുള്ളി കേട്ടിരിക്കാൻ മാത്രമുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ട് ചെല്ലുന്നില്ല. ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അഭിലാഷിന് പറ്റുന്നില്ല. പിന്നെ നമ്മുടെ റെന നന്നായിട്ട് ബിഗ് ബോസ് പഠിച്ചു വന്നിട്ടുള്ളൊരു കുട്ടിയാണ്. 19 വയസ്സുള്ളൂ. പക്ഷെ ബിഗ് ബോസിന്റെ റിവ്യൂസ് എല്ലാം കേട്ടിട്ടുണ്ട്, നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. റെനയ്ക്ക് എന്തറിയാം, എന്താണ് ഔട്ട് പോകുന്നത്, എന്താണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നതെന്നൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ റെനയ്ക്ക് ഇവിടെ റെനയുടെ യാത്ര ചെയ്താൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ റെന ആദ്യത്തെ 2 ദിവസമൊക്കെ പക്കയായിരുന്നു. പിന്നെ റെനയുടെ കയ്യിനകത്ത് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ കുറഞ്ഞു.
ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ഇടയ്ക്ക് പറ്റുന്നില്ല. ഇന്നലെ തന്നെ ഒനിയനായിട്ടുള്ള പ്രശ്നത്തിനകത്ത് ആ കിച്ചണിൽ നിന്ന് ഒരു പ്രശ്നത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രശ്നത്തിലോട്ട് എത്തിക്കുകയാണ്. ഇതിനു മുന്നേ റെനയുടെ വായിൽ തന്നെ വരുന്നുണ്ട് ഇതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ നമ്മളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു വാല്യൂ തോന്നില്ല. ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നേ തോന്നുള്ളൂ. അതേ സമയത്ത് ആ കണ്ടന്റ് ഉണ്ടാവേണ്ട ഒരു ഫ്ലോ വേണം. ആ ഫ്ലോ റെനയ്ക്ക് കിട്ടിയാൽ മാത്രമാണ് റെനയിലുള്ള ഗെയിമറിന് അത് ഗുണം ചെയ്യുള്ളൂ. റെനയ്ക്ക് അറിയാം എന്താണ് ഔട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അതാണ് റെനയുടെ ഭാഗത്തുനിന്ന് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒനിയലിന്റെ കാര്യം എന്ന് വെച്ചാൽ കിച്ചണിലായിപ്പോയി. ഒനിയല് നല്ലൊരു ഗെയിമിലോട്ടൊന്നും ഇറങ്ങിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം 20 പേർക്ക് ഫുഡ് ഉണ്ടാക്കുക, 3 നേരം ഫുഡ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ തന്നെ വലിയൊരു കാര്യമാണ്. 2 ചപ്പാത്തി ആണെങ്കിൽ പോലും 40 ചപ്പാത്തി ഉണ്ടാക്കണം അല്ലേ? 20 ടീം ഡിവൈഡേഴ്സും ഒരു പ്രശ്നമായിട്ടുണ്ട്. 4 പേരെ കുക്കിങ്ങിൽ ഇട്ടുള്ളൂ. ഒരു 6-7 പേര് കുക്കിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഷിഫ്റ്റ് ചെയ്ത് ജോലി ചെയ്യായിരുന്നു. പക്ഷെ അതിവിടെ നടന്നില്ല. അതുകൊണ്ട് തന്നെ ഒനിയന്റെ ഒരുപാട് സമയം വേസ്റ്റ് ആയതെന്നല്ല, ഒനിയൻ ഒരുപാട് സമയം നിന്നത് കിച്ചണിലാണെങ്കിൽ റെന ഒഴിച്ച് ബാക്കി ആരും എന്ത് ചെയ്തില്ല, ഒരു പ്രശ്നത്തിനുള്ളതോ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ല. അപ്പൊ ഇവർക്കൊന്നും ക്യാമറ അറ്റൻഷൻ കിട്ടിയിട്ടില്ല. റെന കാരണം ഈ കഴിഞ്ഞ ദിവസം ഒനിയൻ ഒന്ന് പുറത്തോട്ട് വന്നെങ്കിലും അതൊരു ബേബി നമ്മളെ ബിഗ് ബോസിന് വേണ്ട ഒരു കാര്യമായിട്ടൊന്നും മാറിയിട്ടില്ല. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ ഒനിയലിന്റെ നല്ല പെർഫോമൻസ് ആവശ്യമാണ്. ഈ ഒരു ഇത്രയും ദിവസത്തിനകത്ത് ഒനിയലിന്റെ അത്രയും നല്ലൊരു പെർഫോമൻസോ ഗെയിം സ്പിരിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മുൻഷീനെ സംബന്ധിച്ചിടത്തോളം മുൻഷിയും ഇതൊരു പ്ലാറ്റ്ഫോമാണ്, പുള്ളിയുടെ ഒരു റീ എൻട്രിക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിലോട്ട് കയറിയ ഒരാളാണ്. പക്ഷെ ഒരു മാറി നിൽക്കുക എന്നുള്ളൊരു ഇതിലോട്ട് പുള്ളി മാറിയിട്ടുണ്ട്. ശരിക്കും ഒരു ഗെയിമറിന് വേണ്ടത് അതിലോട്ട് എത്രത്തോളം ഇൻവോൾവ് ആവാൻ പറ്റുമോ അത്രത്തോളം ഇൻവോൾവ് ആവാം, എല്ലാ കാര്യങ്ങളിലും എത്തുക എന്നുള്ളതാണ്. ഇത് മുൻഷി ചെയ്യുന്നില്ല. മുൻഷി കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞ് മാറിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത് ജനങ്ങളിലോട്ട് എത്താൻ എനിക്കൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് എന്ന് പറഞ്ഞ ഒരാൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് 1% പോലും മുൻഷി എഫേർട്ട് എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോ മുൻഷിക്ക് ഒരു വലിയൊരു അവസരം കിട്ടി. പുകഞ്ഞ കൊള്ളി പുറത്തു നിന്നുള്ള ടാസ്കിനകത്ത് മുൻഷി പുറത്ത് കിടന്ന ആ ദിവസം മുൻഷി പ്ലാൻ ചെയ്യണമായിരുന്നു. ബാക്കി 3 പേരെ കൂട്ടിയോ ഇല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ട് ഈ ഉറങ്ങുന്ന ആളെ അവിടെ കൊണ്ട് വെക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്യണമായിരുന്നു. ഇതെന്തായാലും മുൻഷി ചെയ്തിട്ടില്ല. അത് വലിയൊരു ഫോൾട്ടാണ്. അപ്പോ പിന്നെ എനിക്ക് പറയാനുള്ളത് സരിക ഈ പറഞ്ഞ പോലെ ഇന്നലെ ലാലേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടു. വീട്ടുകാര് നിന്നെ കൊണ്ട് ഇത് പറ്റില്ല, വീട്ടുകാരൊക്കെ പറഞ്ഞത് നിന്നെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ചലഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് ഹൗസിലോട്ട് വന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരിക്കലും പാടില്ല. കാരണം ഈ പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അല്ലേ? ആ ലക്ഷക്കണക്കിന് ആൾക്കാർ എന്തായാലും എത്ര കൊല്ലം കൊണ്ടായിരിക്കും ഒരു 200 പേർക്ക് അല്ലെങ്കിൽ 500 പേർക്ക് ഈ ഷോയിൽ പങ്കെടുക്കാൻ പറ്റുക? ഒരുപാട് വർഷങ്ങൾ ചെയ്യണം. അപ്പൊ ആ ഒരു അവസരം കിട്ടാന്ന് വെച്ചാൽ യൂട്ടിലൈസ് ചെയ്യണം. നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് 10 ദിവസം നിന്ന് ഔട്ടായി പോക്കോ കുഴപ്പമില്ല, ജനം മനസ്സിലുണ്ടാവും. പക്ഷേ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഉള്ളിനകത്ത് എന്താ പറയാ എന്നെ കൊണ്ട് പറ്റുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലോട്ട് ഒരിക്കലും വരരുത്. നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക, കണ്ടന്റുകൾ ഉണ്ടാക്കുക, ഫിസിക്കൽ ഗെയിമിനകത്ത് മെന്റൽ ഗെയിമിനകത്തൊക്കെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവാം. സരികയുടെ ഭാഗത്തു നിന്ന് 1% പോലും എഫേർട്ട് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആകെ ചെയ്യുന്നത് 2 ചേരികളിലും നിന്ന് 2 തരത്തിൽ വർത്താനം പറയുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഒരു ഗെയിമർ എന്നുള്ള നിലയിലോട്ട് സരിക എത്തിയിട്ടില്ല. പിന്നെ എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുള്ള, നന്നായിട്ട് ഇൻവോൾവ് ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള 2 പേരാണ് ആദില എന്നൂറ. ബിഗ് ബോസ് ചരിത്രത്തില്, നമ്മുടെ ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ലെസ്ബീൻസ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് ആദില എന്നൂറ അല്ലെ? എത്ര പേർക്ക് അത് അറിയുമെന്ന് അറിയില്ല. ഫസ്റ്റ് കപ്പിൾസ് ആണ് അവര്. അപ്പോ അവർക്ക് ഈ പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അവർക്ക് പറയേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവര് 2 മനുഷ്യരാണ്. അവർക്ക് 2 രീതിയിനകത്ത്, അത് 2 ശക്തിയാണ്. അവർക്ക് എല്ലാം ഡബിൾ ആയിട്ടുണ്ട് അല്ലെ? അപ്പൊ അവർക്ക് ആ ഒരു മെന്റൽ പവർ ആണെങ്കിലും ഫിസിക്കൽ പവർ ആണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് സംസാരിക്കാൻ, 2 പേർക്ക് സംസാരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലസ് കിടക്കുന്ന ആൾക്കാരാണ് ആദില നൂറ. പക്ഷെ ഇവരുടെ എഫേർട്ട്, ഇവര് ബിഗ് ബോസിനോട്ട് കൊടുക്കുന്ന ഔട്ട് എത്രത്തോളമാണ് ശരിക്കും പറഞ്ഞാൽ മൈനസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം. മറ്റുള്ളവർക്ക് 1% പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് എനിക്ക് മൈനസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ബിക്കോസ് കാര്യം ഇത്രയേ ഉള്ളൂ, എന്തും കണ്ടന്റുകൾ ഉണ്ടാക്കി മാറ്റാൻ പറ്റും. അതായത് ഇവര് പുറത്ത് വലിയൊരു
ചർച്ചയായിട്ടുള്ള ആൾക്കാരാണ്. ഇവരെ വീക്ഷിക്കുന്ന, കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ പുറത്തുണ്ട്. പക്ഷെ ഇവർ ഈ സാധനങ്ങളൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇവർ അനീഷിന്റെ കുറച്ച് പുറകെപ്പോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നല്ലാണ്ട് കണ്ടന്റുകൾ ഉണ്ടാക്കുന്നില്ല. ഫിസിക്കൽ ഗെയിമിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇവര് പരസ്പരമുള്ള ഒരു സംസാരം ഇതെല്ലാം വളരെ കുറവാണ്. ഇവര് ശരിക്കും രണ്ട് വ്യക്തികളെ പോലെ അങ്ങോട്ട് ഇങ്ങും മാറി നിൽക്കുന്നു എന്നല്ലാണ്ട് അവര് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ക്യാമറ അറ്റൻഷൻ പെട്ടെന്ന് കിട്ടും. കാരണം അവരൊരു കപ്പിളാണ്. അപ്പൊ അവരുടെ ഇടയിലുള്ള എന്താ പറയാ ലവ് കോംബോ അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി ഇതൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. ഇതിനൊക്കെ അവർക്കൊരു സ്പേസ് ഉണ്ട്. വെയിറ്റിങ്ങിനേക്കാൾ ഉപരി ഇതിനൊക്കെ അവർക്കൊരു ക്യാമറ സ്പേസ് ഉണ്ടായിരുന്നു. അവർ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള അവരുടെ സംസാരങ്ങള്, അവരുടെ സ്നേഹം, കരുതൽ ഇതൊക്കെ ക്യാമറ ഒപ്പിയെടുക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആദില നൂറ അവർക്ക് കിട്ടിയേക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ 1% പോലും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് ആണ്. ഇനി ഒരുപാട് പേരുണ്ട്. കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അതിനകത്ത് എടുത്തു പറയാൻ എനിക്കുള്ളത് അടുത്ത നിവിനായിട്ട് പറയാം. നിവിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് നിവിന്റെ കുറവുകൾ അറിയാം. നിവിനൊരു പ്ലസ്സും ഉണ്ട് അല്ലെ. നിവിൻ ഫിസിക്കൽ ഗെയിമിൽ എത്രത്തോളം ആക്റ്റീവ് ആകുമെന്ന് വെച്ചാൽ ഒരു 50% ഒക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ച് പുള്ളിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണ അവനുണ്ട്. പക്ഷേ നിവിനറിയാം നിവിൻ നല്ലൊരു എന്റർടൈനർ ആണെന്നുള്ള കാര്യം നിവിനറിയാം. എന്ത് കൊടുത്താൽ, അതായത് എൻ്റെ ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ജനങ്ങളിലോട്ട് പെട്ടെന്ന് രജിസ്റ്റർ ആവും എന്നുള്ള കാര്യം നന്നായിട്ട് നിവിൻ അറിയാം. നമുക്ക് ഗ്രാഫ് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. നിവിൻ ഫസ്റ്റ് ഡേയിൽ കയറിയിട്ടുണ്ടായിരുന്ന വളരെ കുറച്ച് സംസാരിക്കുന്ന അധികം മനസ്സുകളോട്ട് കയറാത്ത ഒരു നിവിനെ ആയിരുന്നു നമുക്ക് കമന്റ് ബോക്സിൽ കാണാൻ പറ്റുക. പക്ഷെ ഡേ ബൈ ഡേ നിവിന്റെ ആരാധകർ അല്ലെങ്കിൽ നിവിനെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിവിൻ അതിന് കുറച്ച് ആക്ഷൻസ് അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കള്ളത്തരങ്ങൾ, നിവിന്റെ കുറച്ചധികം ആക്ഷൻസ് അവിടെ കാണിക്കുന്നുണ്ട്. കള്ളത്തരങ്ങൾ വന്നിട്ടുണ്ട്, ക്യാമറയെ നോക്കി സംസാരിക്കുന്നത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നിവിൻ ഈ കട്ടെടുത്ത സാധനം ചെന്നിട്ട് അവരോട് പോയിട്ട് സംസാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവരോട് ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ നല്ല രസമാണ്. ഇപ്പൊ നിനക്കെന്നെ സംശയം ഉണ്ടോ അതൊക്കെ ചോദിക്കുമ്പോൾ മറ്റേ ആര്യൻ പറയുന്നത് പായടാന്നൊക്കെ പറയുന്ന സീനൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ ഇതൊക്കെ നിവിന്റെ പ്ലസ് ആണ്. ഇത് ജനങ്ങളിലോട്ട് പെട്ടെന്ന് നിവിൻ എത്തിക്കും. അതായത് നിവിൻ എലിമിനേഷനിൽ വന്നാൽ വോട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ഫിസിക്കൽ ഗെയിം അല്ല. ഒരു ഫിസിക്കൽ ഗെയിം ജയിച്ച് മാത്രമേ അത് വിൻ ചെയ്യാൻ പറ്റില്ല. മെന്റൽ ഗെയിം മാത്രം ജയിച്ച് വിൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അവിടെ ചെയ്യുമ്പോഴും ജനമനസ്സുകളിലോട്ട് ആൾക്കാർ എത്തണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടെങ്കിലാണ് ഒരു BB വിന്നർ ആവാനായിട്ട് അവർക്ക് പറ്റുള്ളൂ അല്ലേ. അല്ലാണ്ട് അവരെല്ലാ ഗെയിമും ഫിസിക്കൽ ഗെയിമിനകത്ത് എല്ലാ ഗെയിമും ജയിച്ച ഒരാൾ ഒരിക്കലും ബിഗ് ബോസിന്റെ ഫൈനലിനകത്ത് വിൻ ചെയ്യില്ല. ജനങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഷോയാണത്. പിന്നെ എനിക്ക് പറയാനുള്ള ആര്യനെ കുറിച്ചാണ്. ആര്യൻ പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്. പക്ഷെ അവന്റെ ഒരു ആറ്റിറ്റ്യൂഡും ഇപ്പൊ അനുമോളോട് കാണിച്ച മിഡിൽ ഫിംഗർ അല്ല കാണിച്ചത്, പക്ഷെ റിംഗ് ഫിംഗർ ആണ്. ഫിംഗർ ഏതാണെങ്കിലും അത് കാണിച്ച രീതി തെറ്റാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അല്ലേ. ആക്ഷൻ തെറ്റാണ്. അത് ഏത് സ്ഥലത്ത് കാണിച്ചാലും ഏത് സമയത്ത് കാണിച്ചാലും തെറ്റാണ്. അപ്പോ പിന്നെ ആര്യന്റെ കുറച്ച് ആറ്റിറ്റ്യൂഡും കുറച്ചൊന്ന് മാറ്റി പിടിക്കേണ്ട സമയമാണ്. ആര്യൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. കാരണം നമുക്കറിയാം ആ ബാൻഡ് കിട്ടിയിട്ട് ഇത്രയും ദിവസമായിട്ട് ആ ബാൻഡിന്റെ വില അറിഞ്ഞ് ആ ബാൻഡ് സൂക്ഷിക്കുന്ന ഒരാളാണ് ആര്യൻ. അപ്പോ ആര്യൻ മുന്നോട്ട് വരുന്നതോറും നല്ല ഗെയിമും നല്ല കോമ്പറ്റീഷൻ മറ്റ് കണ്ടസ്റ്റൻസിന് കൊടുക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അത് ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇനി കുറെ അധികം ആൾക്കാരെ കുറിച്ച് സംസാരിക്കാനുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടുന്തോറാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസവും സന്തോഷവും കിട്ടുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.